ഹൃദയം എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവികയുടെ ഓഫീസിൽ ദേവികയുടെ സൈൻ കിട്ടാൻ വേണ്ടി മാമച്ചൻ എന്ന കോൺട്രാക്ടർ ദേവികയെ കാണാൻ വീട്ടിലെത്തുന്നു. കോൺട്രാക്ടർക്ക് സൈൻ ചെയ്ത് കൊടുക്കാൻ ദേവിക തയ്യാറാകുന്നില്ല. അത് പാസ്സാക്കി കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് മാമച്ചന് ദേവിക സൈൻ ചെയ്ത് കൊടുക്കാത്തത്. അതുകൊണ്ട് അയാളെ ദേവിക പറഞ്ഞു വിടുന്നു. മേലാൽ ഇക്കാര്യം പറഞ്ഞ് വന്നു പോകരുതെന്നും പറയുന്നു. എന്നാൽ ഇതൊക്കെ ശരത്ത് കേൾക്കുന്നു. ദേവികയോട് മാമച്ചന്റെ കരാർ സൈൻ ചെയ്ത് കൊടുക്കാൻ പറയുന്നു. അത് പറയാൻ നീ ആരാടാ എന്ന് ദേവിക ചോദിക്കുന്നു. നീ നിന്റെ കാര്യം പോയി നോക്കടാ എന്ന് പറഞ്ഞ് ദേവിക പോകുന്നു. ദേവികയുടെ സൈൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ശരത്ത് മാമച്ചന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു. ഇതൊന്നും ദേവിക അറിയുന്നില്ല. ദേവികയുടെ സൈൻ കിട്ടാനായി മാമച്ചൻ വീണ്ടും ദേവികയെ കാണാനായി ഓഫീസിലെത്തുന്നു. തന്നോടല്ലേ പറഞ്ഞത് സൈൻ ചെയ്തു തരില്ലെന്ന്. അത് ശരി, എന്റെ പൈസ വാങ്ങിയിട്ട് ഇപ്പോൾ കാല് മാറുന്നു. ഞാൻ നിന്നെ കാണിച്ചു തരാമടി. മാമച്ചൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേയുള്ളൂ. ദേവിക സെക്യൂരിറ്റിയെ വിളിച്ച് മാമച്ചനെ പുറത്താക്കുന്നു. പ്രിയ ദേവികയോട് പറയുന്നു, അയാൾ ഭയങ്കരനാണ്. അയാളെ പിണക്കി വിടേണ്ടായിരുന്നു. എന്ത് ചെയ്യാനും മടിയില്ലാത്തവനാണ്. പിന്നെ ഞാൻ പൈസ വാങ്ങിയെന്നു അയാൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കേട്ടിരിക്കണോ എന്ന് ദേവിക ചോദിക്കുന്നു. വിഷ്ണുവിന്റെ ജാമ്യത്തിനായി സിന്ധു കോടതിയിൽ പോകുന്നു. അത് കാണാനായി ചന്ദ്ര പോകാൻ പോകുന്നു. ചന്ദ്രയെ കോടതിയിലേക്ക് വിടാതിരിക്കാൻ പ്രേമ വാതിൽ പൂട്ടി താക്കോൽ പുറത്തേക്കെറിയുന്നു. കോടതിയിലേക്ക് പോകാൻ പോകുന്ന ചന്ദ്ര വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ വാതിൽ തുറയുന്നില്ല. പ്രേമ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അയ്യോ, വാതിൽ തുറയുന്നില്ല. അതെങ്ങനെ തുറയാനാണ്? പൂട്ടിയിരിക്കുകയല്ലേ എന്ന് പ്രേമ പറയുന്നു. എനിക്ക് പോകണം. വിഷ്ണുവിന് ജാമ്യം കിട്ടുന്ന ദിവസമാണെന്ന് ചന്ദ്ര പറയുന്നു. കോടതിയിലാണെങ്കിൽ എന്നാൽ നീ ഇന്ന് പോകേണ്ട. താക്കോൽ എവിടെയാണെന്ന് പറയൂ. എനിക്ക് വാതിൽ തുറക്കണമെന്ന് ചന്ദ്ര പറയുന്നു. താക്കോൽ എൻ്റെ കയ്യിലില്ല. അത് ഞാൻ പുറത്തേക്കെറിഞ്ഞു. എന്ത്, പുറത്തേക്കെറിഞ്ഞെന്നോ? ഇനി ഞാൻ എങ്ങനെ കോടതിയിലേക്ക് പോകും? നീ പോകേണ്ട. പോകാതിരിക്കാനാടി ഞാൻ താക്കോൽ പുറത്തേക്കെറിഞ്ഞത്. പ്രേമയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു. വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ട് വിളിക്കുന്നു. ചന്ദ്ര കാണുന്നു. നിങ്ങളുടെ ഭാര്യ അകത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ്. തുറക്കാൻ പറയുമ്പോൾ താക്കോൽ പുറത്തേക്ക് എറിഞ്ഞ് കളഞ്ഞെന്നും പറയുന്നു. എന്തിനാണ് താക്കോൽ പുറത്തേക്ക് എറിഞ്ഞതെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അവർക്ക് വട്ടായതുകൊണ്ടാണെന്ന് ചന്ദ്ര പറയുന്നു. അത് കേട്ടുവരുന്ന പ്രേമ ആർക്കാടി വട്ടെന്ന് ചോദിച്ച് ചന്ദ്രയെ കുതിരെ തല്ലുന്നു. പ്രേമയുടെ അച്ഛനും ഭർത്താവും പ്രേമയെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും പ്രേമ വീണ്ടും അടിക്കുന്നു. നീ എന്തിനാണ് പ്രേമയെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ കള്ളന്മാർ വന്ന് തലക്കടിച്ച് സ്വർണമെടുത്ത് കൊണ്ടുപോകുമെന്ന് പ്രേമ ചന്ദ്ര കേൾക്കാൻ പറയുന്നു. ഡിവോഴ്സ് കിട്ടിയാൽ ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞ് ചന്ദ്ര കരഞ്ഞു കൊണ്ടുപോകുന്നു. ചന്ദ്ര വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ശരത്തിനെ വിളിക്കുന്നു. ശരത്തിനെ പ്രേമ കാണുന്നു. നീ ഏതാടാ എന്ന് പ്രേമ ചോദിക്കുന്നു. ഞാൻ ശരത്ത്, ചന്ദ്രയെ കാണാൻ വന്നതാണ്. അവളുടെ ആരാണ്? ഫ്രണ്ടാണെന്ന് ശരത്ത് പറയുന്നു. ആണോ? എന്നാൽ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് അകത്ത് കയറ്റി വടിവെച്ചടിക്കുന്നു. ശരത്ത് പരക്കം പാഞ്ഞ് ഓടുന്നു. ശരത്തിനെ രക്ഷിക്കാൻ വരുന്ന ചന്ദ്രയ്ക്കും കിട്ടുന്നു അടി. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.